മോർണിംഗ്. ഇതാ ഞാൻ രാവിലെ ഇത്തിരി നേരം വൈകിട്ടാണ് ചായ വെച്ചിട്ടുണ്ട്, ചോറും വെച്ചിട്ടുണ്ട്. ഇന്ന് ചേട്ടന് കൊളീഗ്സിന്റെ ഒരു മാരേജ് ഉണ്ട്. അപ്പൊ ബിരിയാണി ആണ്. അപ്പൊ എനിക്ക് ഇന്ന് വേറെ ഒന്നും വേണം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണം. എനിക്ക് എല്ലാവരും കഞ്ഞി കുടിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ കഞ്ഞി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ അതോടുകൂടിക്ക് ലഞ്ചിനുള്ളതും കൂടി ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ കഞ്ഞിക്ക് അരി വെച്ചു. ഇനിയിപ്പോ ഞാൻ ഒരു പയറുപ്പേരിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. വയലറ്റ് പയറും കൈപ്പക്കയും ഉപ്പേരി, പിന്നെ ചായയും വെച്ചു. അപ്പൊ എന്താ എനിക്ക് പണികളൊക്കെ എളുപ്പം, പെട്ടെന്ന് പണികളെല്ലാം തീരും. അപ്പൊ സുഖായില്ലേ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് കിട്ടാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ദിവസം കൂടിയായി. അപ്പൊ എനിക്കിന്ന് ചായ വെക്കണം, ചോറ് വെക്കണം, ഒരു ഉപ്പേരി. കാരണം എനിക്ക് ഉപ്പേരി മാത്രം കൂട്ടി ചോറിനാനും എനിക്ക് ഇഷ്ടമാണ്. ചമ്മന്തി കൂട്ടി ചോറിനാനും ഇഷ്ടമാണ്, പിക്കിള് കൂട്ടി ചോറിനാനും ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ചാറുകൂടം തന്നെ വേണമെന്ന് ഒരു നിർബന്ധം. ചാറുകൂടം ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഉപ്പേരി നിർബന്ധമാണ്. അപ്പൊ എനിക്ക് ചാറുകൂടം വേണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെയാ മതി. ഇനി കുറച്ച് ചായ വെള്ളം തിളച്ചു ചായയുടെ. അതില് ഞാൻ കുറച്ച് പാനക്കൽക്കണ്ടാവും, ഇഞ്ചി ഇതിട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കുക ആദ്യം. ഇനി ഞാൻ കുറച്ച് ചായപ്പൊടി ഇടും. ഇതാണ് ഞങ്ങളുടെ കട്ടൻ ചായ. എപ്പോഴും നമ്മൾ അതിൽ കുറച്ച് ഇഞ്ചി പനകൽക്കണ്ടവും പഞ്ചസാര ചേർക്കാറില്ല. പിന്നെ നമുക്ക് ചിലപ്പോൾ പനിക്കൂർക്കി ഇടും, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇലകളൊക്കെ ചിലപ്പോൾ ആഡ് ചെയ്യൂട്ട നമ്മുടെ മൂടനുസരിച്ച്. അപ്പൊ ഇന്നിപ്പോ ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ചായ ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഉപ്പേരി വേവിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക്. കാരണം ഉപ്പിട്ടിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് ആയി കിട്ടൂല. അപ്പൊ വെള്ളം തിളക്കട്ടെ ആദ്യം. അപ്പോഴേക്കും ചായയുടെ ആ കൊച്ചനൊക്കെ ഇറങ്ങി ഇട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ചായ കുടിക്കാം. ഇനി നമുക്ക് ചായ കുടിക്കാം. വാ. ചായക്കായി കൊറേ നേരം തണുക്കുന്നില്ലേ? ഞാൻ ടിവിയില് ഇത് കാണായിരുന്നു, യുവജനോത്സവത്തിന്റെ കലോത്സവം. യുവജനോത്സവം അല്ല, കലോത്സവം. തൃശ്ശൂർ ഒന്നാം സ്ഥാനത്തുണ്ട്. നമ്മുടെ തൃശ്ശൂർ വിളിക്കും. ചിലപ്പോന്നല്ല ഇയാളും കിട്ടും തോന്നുന്നുണ്ട് അല്ലേ? പക്ഷെ തിരുവനന്തപുരത്ത് നല്ല ഇതില് ഫെസിലിറ്റീസ് ഒക്കെ അവരെല്ലാ സംഭവങ്ങളും നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തിരുവനന്തപുരക്കാര്. പിന്നെ അവിടുത്തെ ഫുഡുകൾ നമ്മൾ എപ്പോഴും കാണില്ലേ, ടിവിയിലൊക്കെ ആണെങ്കിലും അവിടുത്തെ ഫുഡുകൾ കാണുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തിരുവനന്തപുരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ തിരുവനന്തപുരം. ഒന്ന് കാണാൻ പോണല്ലേ നമുക്ക്? കളിക്കാൻ പോയിട്ടുണ്ടല്ലേ? വീട്ടിൽ നിന്ന് അമ്മ സ്കൂളിൽ പഠിക്കുമ്പോൾ ടൂർ പോയിട്ടുണ്ട്, എന്റെ ചേച്ചി ടൂർ പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ലേ. സൂപ്പർ അല്ലേ? പിന്നെ കൊറേ എന്താ പറയാ എനിക്ക് നല്ല ഹോട്ടലുകൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ തട്ടുകടകൾ ഒക്കെ നല്ലതാന്നൊക്കെ പറയുന്നുണ്ട് കുറെ. പിന്നെ വലിയ സ്ഥലമായതുകൊണ്ടാണ്, വലിയ ജില്ല ആയതുകൊണ്ടായിരിക്കുമല്ലോ കുറച്ചുകൂടെ. പിന്നെ എനിക്ക് അവിടുത്തെ സെറ്റ് ഇല്ലേ, അവിടുത്തെ സെറ്റ് ഉണ്ട്, അതെനിക്ക് എടുക്കണം. ബാലരാമപുരം പോയിട്ട് സെറ്റ് മുണ്ടൊക്കെ എടുക്കണം. ഇപ്പോഴും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ തൊട്ട് കയറാൻ പാടില്ലല്ലോ അല്ലേ? ഇപ്പോഴും ചേച്ചിയൊക്കെ ടൂർ പോകുമ്പോ എന്തോ ഒരുക്കങ്ങളായിരുന്നു എന്നറിയോ? എന്തുമാത്രം ഒരുക്കങ്ങളായിരുന്നു. ഇട്ട് കൊടുക്കാം. ഞാൻ കയപ്പക്കും പിന്നെ പയറും, വയലറ്റ് പയറും അതാണ് ഇട്ട് കൊടുക്കുന്നത്. വയലറ്റ് പയറും ചേർത്തിട്ടുള്ള ഉപ്പേരിയാണ് വെക്കുന്നത്.
അത് വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് മൂടി വെക്കാം. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞാൻ അരി ഇറക്കി വെക്കാം. അരി ഇറക്കിയതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് വെള്ളം കൂടി തിളപ്പിക്കാനായിട്ട് വെക്കുന്നതെന്ന് വെച്ചാല് എനിക്ക് അരി ഊറ്റാനായിട്ട് ചൂടുവെള്ളം വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അരി കുക്കറിൽ വേവിച്ചതിന് ശേഷം കുറച്ച് വെള്ളം എടുത്ത് അതിലത്തെ ഒരു കഞ്ഞിവെള്ളത്തിന്റെ ഒരു പച്ചപ്പൊക്കെ ഞാനങ്ങ് കളയും കേട്ടോ. അതാണത്. ഇനി ഉപ്പേരി കാച്ചാം. കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചിട്ട് ഞാൻ വെളുത്തുള്ളിയാണ് കേട്ടോ യൂസ് ചെയ്യണത്. വെളുത്തുള്ളിയാണ് ഉള്ളത്. ചെറിയ ഉള്ളി കുറച്ചേ ഉള്ളൂ. അത് എല്ലാ ആവശ്യങ്ങളും വന്ന് എടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കുന്നില്ല. കുറച്ചൊക്കെ തിരിച്ചിട്ടൊക്കെ. അപ്പൊ വെളുത്തുള്ളി ഇട്ട് ഇതങ്ങ് നന്നായിട്ട് മൂക്കട്ടെ. അപ്പൊ അത് നന്നായി മൂത്ത് വന്നാലേ നമുക്ക് മുളക് പൊടി ചേർത്ത് കൂട്ടാൻ പറ്റും. സാധാരണ പോലെ തന്നെ, നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അയ്യോ, ഇത് കാശ്മീരി മുളക് പൊടിയാ ഇടുന്നത്. ഇതിന് നമുക്കൊരു സ്പൂൺ മുളക് പൊടി അങ്ങ് ചേർത്ത്, ഒരു സ്പൂൺ എന്നൊക്കെ പറഞ്ഞത് എന്റെ ടേബിൾ സ്പൂൺ ആണേ. ഒരു സ്പൂൺ മുളക് പൊടി അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. നല്ല മണം. ഇതാണ് നമ്മുടെ ഉപ്പേരി. ഉപ്പേരി നന്നായിട്ട് കഴിക്കും. ഉപ്പേരി നമുക്ക് ഇഷ്ടമാണ്. പച്ചക്കറികൾ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഉപ്പേരി റെഡിയായി. ഇനി നമുക്ക് മൂടി വെച്ച് ഓക്കെ, ഗ്യാസ് ഓക്കെ. അപ്പൊ എന്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിഞ്ഞു. കാരണം ചേട്ടന് ഊണ് കൊണ്ടുപോണ്ടല്ലോ. അപ്പൊ എനിക്കിന്ന് സുഖമാണ്. അപ്പൊ ഇന്ന് എനിക്ക് ഏതെങ്കിലും റൂമൊക്കെ ഇതേപോലെ ക്ലീൻ ചെയ്യാൻ പോകും. വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ചുകൂടെ കൂടുതൽ നോക്കും. അപ്പൊ എല്ലാവർക്കും നമസ്കാരം.